രക്ഷാപൊങ്കനോ വായി കൊള്ളാത്ത പേര് വിട്ടിട്ട് അച്ഛനോട് അന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ഇടുമ്പോ ബിജുക്കുട്ടാന്ന് വല്ല ഇടന്നു അത് വിളിക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു ഓമനത്തൊക്കെ ഉണ്ട് അച്ഛൻ എന്താ വിളിച്ചേ ബിജുക്കുട്ടാന്ന് അയ്യോ ഞാനത് അറിയാതെ പറഞ്ഞു പോയി ആ ദൈവം വിളിക്കരുത്. നീ ചമത പറിച്ചോ? ചമ്മന്തി അരച്ചോന്ന്? ചമ്മന്തി അരച്ചോന്നല്ല, എടാ പൂജയ്ക്കുള്ള ചമത പറിച്ചോ? അതൊക്കെ എപ്പോഴേ ഞാൻ പറിച്ചു. ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ആരും വന്നിട്ടില്ല. ഞാൻ പോയ സമയത്ത് ഇവിടെ ആരോ വന്നു. അയ്യോ അതാ ഡെലിവറി ബോയ് അവിടെ വന്നത്. വഴിതെറ്റിയുള്ള ഡെലിവറി ഒന്നും ഈ പുണ്യാശ്രമത്തിൽ ഞാൻ അനുവദിക്കുകയല്ല. എന്റെ പൊന്നച്ച അതല്ല കുഴിമന്തി ഇട്ടില്ലോ അത് പാഴ്സലായിട്ട് വന്നു ഞാനത് കഴിച്ചു. എന്നെ ടേസ്റ്റ് ആയിരുന്നു അറിയോ? ടേസ്റ്റ് ആയിരുന്നോ? എടാ കുഴിമാന്തി തിന്ന് നീ എന്റെ കുഴി തോണ്ടരുത്. എന്റെ പൊന്നച്ച നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കാട്ടിലുള്ള മാനുകളും ആനകളും ഒക്കെ ഉണ്ടല്ലോ നാട്ടിലോട്ട് ഇറങ്ങി നമ്മൾ മാത്രം എന്തായാലും ഈ കാട്ടി കുത്തിയിരിക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അച്ഛനോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എന്റെ പൊന്നച്ച എന്റെ അമ്മ ആരാ? ഇത് കൂട്ടി ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നച്ച അച്ഛനല്ലേ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ വ്യക്തമായിട്ട് ചോദിക്കണമെന്ന്. കുരുത്തം കെട്ട ചോദ്യമൊക്കെ ആടാ എന്നോട് ചോദിക്കുന്നത്. കുരുത്തക്കെട്ട ചോദ്യം അമ്മയുടെ കാര്യം ചോദിച്ചാൽ കുരുത്തക്കെട്ട ചോദ്യമാണ്. എനിക്കൊരു ഹോമം ചെയ്യണം, ഞാൻ ഇപ്പൊ വരാം. അവിടെ നിൽക്കും അല്ലേലും ഉള്ള അമ്മയുടെ കാര്യം പറഞ്ഞ അച്ഛൻ ഭയങ്കര ഒരു ഹോമം. ഇത് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് പോയാൽ മതി. എന്റെ അമ്മയല്ല ആരാന്ന് അറിഞ്ഞിട്ട് അച്ഛൻ പോയാൽ മതി. എന്നും ഇങ്ങനെ. നിനക്ക് നിർബന്ധമാണ് അറിയണം? നിർബന്ധം തന്നെ. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. പക്ഷെ ഹോമകുണ്ടത്തിനടുത്ത് പോയിട്ട് വന്നിട്ട് പോരെ? ഒക്കത്തില്ല, ഇപ്പൊ തന്നെ പറയണം. ഋഷ്യശൃംഗ, ഞാൻ നിന്നോട് പറയുന്നു, ഈ ആശ്രമം വിട്ട് പുറത്തു പോകരുത്. അച്ഛന്റെ ആശ്രമം ഞാൻ കളയത്തേ ഉള്ളൂ. ഞാൻ പോകും. പോകരുതെന്നാ പറഞ്ഞത്. പോകും ഞാൻ. ഇവിടെ ഇവിടെയുണ്ടല്ലോ ഈ കാട്ടിൽ മായാവികളായ രാക്ഷസന്മാര് ജീവിച്ചിരിപ്പുണ്ട്. അവര് നിന്നെ ഉണ്ടല്ലോ ശരിയാക്കി കളയും. എന്റെ പൊന്നച്ച അത് മായാവിയും രാക്ഷസന്മാരൊന്നും അല്ല. തടിവെട്ടാൻ വന്ന കാട്ടുകൊള്ളക്കാരാ. അവരുടെ മുന്നിൽ ചെന്ന് ഞാൻ രാക്ഷസൻ ആ മായാവി എന്ന് പറഞ്ഞുണ്ടല്ലോ അവൻ അറിഞ്ഞമാര് വട്ടേ കയറ്റി റഷ്യ ലങ്ക എന്നൊക്കെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ കൈ ഒഴുകേ ഉള്ളൂ. അവസാനമായിട്ട് പറയുക, നീ ആശ്രമത്തിൽ തന്നെ ഇരുന്നോണം, പുറത്തിറങ്ങിക്കരുത്. ഇതെന്റെ ആജ്ഞ. ഇതെന്റെ ആജ്ഞ. ഇതെന്നാ തഞ്ചാവൂർ പാവേ? ഞാൻ പോവുകയാ. എങ്ങോട്ടെങ്കിലും പോച്ചാ? എടാ അവിടെ ഒരു ഹോമകുണ്ടം കത്തുക. ഞാനേ ഉട്ടക്കാടനൊരു ഹോമം ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ വരാം. അച്ഛൻ്റെ ഒരു ഹോമം. നിങ്ങൾ വിചാരിക്കും ഈ പുള്ളിക്കാരൻ ഹോമം ചെയ്യാൻ പോവാന്ന്. അല്ലെന്നേ ഇവിടെ നിന്ന് ഷൂറ് തന്ന് കാട്ടുകാരത്ത് വിട്ടു തന്നെ പോവാ. എന്നിട്ട് ഹോമത്തിന്റെ പേരും അല്ലേലും അച്ഛൻ പോയാ. ഇന്നലെ വിളിച്ചെന്റെ ഒരു കൊച്ചിനെ ഒന്ന് വിളിക്കണം. ഹലോ ഇടി ഇന്നലെ 12 മണി വരെ നിന്റെ പച്ച ലൈറ്റ് കത്തി കിടക്കുന്നത് ഞാൻ കണ്ടതാ. ഞാൻ വിളിച്ചു എത്ര തവണ വിളിച്ചു. എന്നിട്ട് നീ എന്താ പറഞ്ഞു? നീ ഒന്നും പറഞ്ഞില്ല. നീ ഒന്നും ഇങ്ങോട്ട് മിണ്ടാരങ്ങിരിക്കാവോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ ഇതുവരെ നേരി കണ്ടിട്ടില്ല. നിന്നോട് ഞാൻ പറഞ്ഞു വീഡിയോ കോളിൽ വരാൻ. അപ്പൊ നിനക്ക് ഭയങ്കര ഇത് അച്ഛൻ അറിഞ്ഞാണല്ലോ എന്നെ അവിടെ വെട്ടി മൂടും. ഒരു കാര്യം ചെയ്, നീ വീഡിയോ കോളിൽ വാ. ഓക്കെ. അണ്ട് റേഞ്ചും പോയി. എന്തോ ചെയ്യാനാന്ന് പറ. ഒരു തരത്തി ഒപ്പിച്ചോണ്ട് വന്നതാ. വീഡിയോ കോളി വരാൻ പറയുമ്പോ നേരിട്ടിങ്ങി വന്നോ? ഇത് അറിഞ്ഞറിഞ്ഞാൽ ഞാൻ വാട്സാപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാനും. അല്ല ആരാ? ഞാൻ വൈശാലി. അത് കള എനിക്കറിയാ നല്ല വയസ്സായെന്ന്. അതല്ല ഞാൻ പറഞ്ഞു. പേര് പറ. എന്റെ പേരാ പറഞ്ഞത്. വൈശാലി. വൈശാലി? വൈശാലി എന്തിനാ വന്നേ? ഞാൻ അംഗരാജ്യത്തുനിന്ന് വരികയാണ്. ഞങ്ങളുടെ നാട്ടിൽ കുറെ ആചാരങ്ങളുണ്ട്. ആദ്യമായി കണ്ടുമുട്ടുന്നവരോട് ഞങ്ങളുടെ ആചാരം ഇതാണ്. ആചാരങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറെ കൂടെ വേണമായിരുന്നു. കുഴപ്പമില്ല. ഉള്ളത് കൊണ്ട് പോലെ ഞാൻ ഓണം പോലെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ. ഇല്ലല്ലോ. കുമാരൻ ഒറ്റയ്ക്കാണോ ഇവിടെ? ഒറ്റയ്ക്ക് വന്നോണ്ട് അങ്ങോട്ട് നോക്ക്. തീ കണ്ടോ? ഐ കോടമഞ്ഞ്. നമുക്ക് ഇവിടെ പോയി റീൽസ് ചെയ്താലോ? അങ്ങോട്ട് കയറി കിടക്കുക. അത് കോടമഞ്ഞൊന്നും അല്ല. പിന്നെ ഇവിടുത്തെ ഒരു പുകഞ്ഞൊരു പുള്ളി ഉണ്ടല്ലോ. ആ പുള്ളി അവിടെ കിടന്ന് ആ പുഴ കിടന്ന് പുകയ്ക്കുക. ആ പുള്ളി ഇവിടെ വന്ന് നോക്കി ഇവിടെ ആരെങ്കിലും വന്നാ ഉണ്ടല്ലോ നമ്മളെയൊക്കെ പുകച്ച് പുറത്തേ അടിക്കുന്നു. അതുപോലെ സ്ത്രീകളെ കാണുന്ന ഈ പുള്ളിക്ക് അലർജിയാന്ന്. കുമാരനും കൂടി എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയി പറക്കാമായിരുന്നു. അതിരാവിലെ റീൽസ് വള്ളികൾ തളർത്തോ എന്ന് നോക്കാമായിരുന്നു. എന്നിട്ട് ആ വള്ളിയെ തട്ടി ഞാൻ വീണ് ചാകാന്. ഒരു തമാശ. ചെറിയ തമാശക്കാരല്ല, ചിലപ്പോ ഒക്കാതെ വരുമെന്ന്. ഞാൻ വന്നതിന് ഒരു ഉദ്ദേശമുണ്ട് കുമാര. എന്റെ നാട് ചൂട് കൊണ്ട് നശിച്ചിരിക്കുകയാണ്. കുമാരൻ എന്റെ കൂടെ വന്ന് എന്റെ നാട്ടിലൊരു മഴ പെയ്യിപ്പിക്കണം. അപ്പൊ അവിടുത്തെ കൃഷിക്കാർക്കെല്ലാം ഭയങ്കര ദുരിതമായിരിക്കും അല്ലേ? അതല്ലെന്നേ, പിന്നെ ഈ ചൂടത്തും എത്ര പയ്യന്മാരാണോ ബൈക്കേ വന്ന് എന്നെ വിളിക്കുന്നത്. അത് എന്നാത്തിനാ? ചുറ്റിക്കിറങ്ങാൻ. ഈ ചൂട് കൊണ്ട് ബൈക്കിന്റെ സീറ്റെല്ലാം പഴുത്തിരിക്കുവാ. ചൂട് കൊണ്ട് ഊപ്പാട്